വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മള് 2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് ബി ആണ് കേട്ടോ. അപ്പൊ സോൾവ് ഫോർ എക്സ് അല്ലേ, രണ്ട് സൈഡും ഡിറ്റർമിനന്റ് അല്ലേ നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3x7 2 3 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതേപോലെ 4 2 2 2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും സെയിം എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് സോൾവ് ചെയ്യൂ. എങ്ങനെ വരിക? 9x മൈനസ് അതുപോലെ 7 × 2 14 ഈക്വൽ ടു ഇവിടെ 4 × 2 8 മൈനസ് 2 × 2 4. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 9x മൈനസ് 14 എന്ന് പറയുന്നത് 4 ആണെന്നും അതേപോലെ 9x എന്ന് പറയുന്നത് 14 പ്ലസ് 4 അപ്പുറത്തേക്ക് പ്ലസ് ആയില്ലേ, അത് 18 ആയില്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ എത്ര കിട്ടി? 18 ഡിവൈഡ് ബൈ 2 18 ഡിവൈഡ് ബൈ 9 എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആൻസർ 2 ആണ്. ഇനി അടുത്തത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എയും ബിയും രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്. നമ്മളോട് 3a മൈനസ് 5b കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ. നമുക്കൊന്ന് 3a കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കൂടെ? എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ കംപ്ലീറ്റ് മെട്രിക്സിനെ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. എന്ന് പറഞ്ഞ എന്താ? ഓരോ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 3 × 3 9, പിന്നെ 3 × -2 -6, പിന്നെ -7 × 3 എത്രയാ? 21. അതുപോലെ അപ്പൊ -21 വരും. അടുത്തത് 4 × 3 12. അപ്പൊ നമുക്ക് 3a കിട്ടിയല്ലേ. അതേപോലെ അടുത്തത് എന്താ വേണ്ടേ? 3a മൈനസ് 5b അല്ലേ. അപ്പൊ ഞാൻ 5bയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. എന്ന് പറയുമ്പോ 10 മൈനസ് 15, പിന്നെ 3 × 5 15, 5 × 2 10. ശരിയല്ലേ? ഓരോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി എന്താ പറഞ്ഞേക്കണേ? 3aയിൽ നിന്ന് 5b മൈനസ് ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ 3a മൈനസ് 5b അല്ല അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ -u 9 മൈനസ് 10 എത്രയാ? -1. പിന്നെ അടുത്തത് -6 മൈനസ് -15 എന്ന് പറഞ്ഞാൽ -6 പ്ലസ് 15 അല്ലേ. എന്ന് പറഞ്ഞാൽ 15 മൈനസ് 6 അല്ലേ അത്. 15 മൈനസ് 6 എത്രയാ? അത് 9 വരൂ അല്ലെ. 15 മൈനസ് 6. അടുത്തത് -21 മൈനസ് 15. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലെ. എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടാം. -36. അതുപോലെ ലാസ്റ്റ് വൺ 12 മൈനസ് 10 എത്രയാണ്? 2 ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ 3a മൈനസ് 5b ചെയ്തത്. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് a പ്ലസ് ബി ഇൻറ്റു സി. അപ്പൊ നമുക്ക് ആദ്യം a പ്ലസ് ബി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. a പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയും ബിയും കൂടി ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ 3 പ്ലസ് -1 എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. അതേപോലെ അടുത്തത് 2 പ്ലസ് 2 4 കിട്ടുന്നു. പിന്നെ 1 പ്ലസ് 2 എത്രയാ? 3 കിട്ടുന്നു. 4 പ്ലസ് 1 5 കിട്ടുന്നു. ശരിയല്ലേ? അപ്പൊ 2 4 3 5 കിട്ടി. ഇനി ഇത് സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു സി. ശരിയല്ലേ? a പ്ലസ് ബി ഇൻറ്റു സി. റൈറ്റ് സൈഡിലാണ് സി കൊടുക്കേണ്ടത്. അപ്പൊ സി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ? 3 -2 1, 3 നോക്കിയേ. ഒരിക്കലും കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താലോ? മതിയല്ലോ. അപ്പൊ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യത്തെ റോ ഇൻറ്റു ആദ്യത്തെ കോളം അല്ലെ. എന്ന് പറഞ്ഞാൽ 3 × 2 6, 4 × 1 4 അല്ലെ. അപ്പൊ +4 വന്നു. ഇത് ആദ്യത്തെ എലമെന്റ് ആണ് ആവുക കേട്ടാ. ഇതേപോലെ ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളം ഉപയോഗിക്കും. അപ്പൊ -4 + 12 വരും. അതുപോലെ അടുത്ത ആള് 9 + 5 വരും. അടുത്തത് -6 + 15. ശരിയല്ലേ? ഇതാണ് നമ്മുടെ മെട്രിക്സ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതെന്താണ്? 10 12 ന്ന് 4 പോയി കഴിഞ്ഞാൽ 8, പിന്നെ 14 15 - 6 9. ഇതാണ് നമ്മളുടെ a പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും കറസ്പോണ്ടിങ് എൻട്രീസ് മൾട്ടിപ്ലൈ അല്ല നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ റോയും മറ്റേയാളുടെ കോളവും കൂടി സോൾവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടാ. the dot product and angle between the vectors. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാലോ. ആദ്യം a ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? കറസ്പോണ്ടിങ്, അതായത് iന്റെ ഇവിടെ 1ഉം ഇവിടെ 3ഉം അല്ലേ. അപ്പൊ 1 × 3 എത്രയാ? 3. അതേപോലെ പ്ലസ് അടുത്ത എന്താ? ജെയിന്റെ -2ഉം അതേപോലെ -2 അല്ലെ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ +4 അല്ലേ കിട്ടുന്നത്. അപ്പൊ +4. അടുത്തത് കെയിന്റെ കേസ്. ഇവിടെ +3 ഇവിടെ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1 3 എന്ന് പറഞ്ഞാൽ എത്ര? 4 3 7 7 3 10. നമുക്ക് എന്ത് കിട്ടി? a ഡോട്ട് ബി ഇപ്പൊ എത്ര കിട്ടി നമുക്ക്?
10 കിട്ടി അല്ലെ. ഇനി നമ്മുടെ അല്ലാണ്ട് ഒരു എ ഡോട്ട് ബി ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ശരിയല്ലേ? അല്ലെ? ഇത്രയല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എയും കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് ബിയും കണ്ടുപിടിക്കണം അല്ലെ. അത് നമുക്ക് സൈഡ് ആയിട്ട് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താ? റൂട്ട് ഓഫ് ആരൊക്കെ ഉണ്ട്? 1ന്റെ സ്ക്വയർ പ്ലസ് മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. അതിന്റെ ആ എലമെന്റ്സ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് സ്ക്വയർ എടുത്ത് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 1 പ്ലസ് 4 പ്ലസ് 9 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ട് 14 അല്ലേ. സിമിലർലി നമുക്ക് അടുത്തത് ചെയ്യാം. മോഡുലസ് ഓഫ് ബി ചെയ്യൂ. ആരൊക്കെയാ വരുന്നത് അവിടെ? 3 മൈനസ് 2 1 അല്ലെ എന്ന് പറഞ്ഞാൽ 3ന്റെ ഞാൻ ഡയറക്റ്റ് വാല്യൂ എഴുതാണേ. 3ന്റെ സ്ക്വയർ എത്രയാ? 9. മൈനസ് 2ന്റെ സ്ക്വയർ എത്രയാ? 4. 1ന്റെ സ്ക്വയർ എത്രയാ? 1. ഇതും നമുക്ക് എത്ര കിട്ടി? റൂട്ട് 14 കിട്ടി. ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എ ഡോട്ട് ബി നമുക്ക് ഇതേ 10 കിട്ടി. മോഡുലസ് ഓഫ് എ എന്താ കിട്ടിയത്? റൂട്ട് 14. മോഡുലസ് ഓഫ് ബിയോ റൂട്ട് 14. എന്നിട്ട് കോസ് തീറ്റ എന്നല്ലേ വേണ്ടത്? അതിൽ ഈ റൂട്ട് 14 ചേർന്ന് 14 ആയില്ലേ അത്? എന്നിട്ട് ആ 10 ഡിവൈഡ് ബൈ 14 എന്ന് പറയുന്നത് കോസ് തീറ്റ എന്നായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിലും തീറ്റ എന്ന് പറയുന്നത് കോസ് അപ്പുറത്തേക്ക് കൊടുത്തോ. അപ്പൊ കോസ് ഇൻവേഴ്സ് എത്ര കിട്ടി? 10 ഡിവൈഡഡ് ബൈ 14. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് 2 വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിനെ 5 എന്നും അതേപോലെ ഇവിടെ 7 എന്നും. അപ്പൊ നിങ്ങൾക്ക് തീറ്റ എന്ന് പറയുന്നത് എന്തെന്ന് വേണമെങ്കിൽ എഴുതാം? കോസ് ഇൻവേഴ്സ് 5 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതിയാലും ഓക്കെ ആണ്. ഫിഫ്ത് പ്രോബ്ലത്തിലേക്ക് പോകാം. എ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താ? എ ക്രോസ് ബി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഐ ജെ കെ എഴുതുന്നു, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഐ എഴുതാ, ജെ എഴുതാ, കെ എഴുതാ. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഐ ജെ കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം എഴുതേണ്ടത് എന്റെ കോഎഫിഷ്യന്റുകളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 3, പിന്നെ 1 മൈനസ് 2. ബിന്റെയോ 1 മൈനസ് 3 4. ക്ലിയർ ആയില്ലേ? എ ക്രോസ് ബി എന്ന് പറയുന്നത് ചെയ്യേണ്ടത് എന്താന്നുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് എഴുതി കൂടെ. അപ്പം ഐ ഇൻറ്റു വേണമെങ്കിൽ ഞാൻ ആ ഡിറ്റർമിനന്റ് എഴുതി കാണിച്ചു തരാം. ഐന്റെ റോയും കോളൊഴിച്ചുള്ള ബാക്കി ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതാരാ? 1 മൈനസ് 2 മൈനസ് 3 4 എന്ന് പറയുന്നത്. പിന്നെ മൈനസ് ജെ ഇൻറ്റു അതിന്റെ റോയും കോളം കഴിഞ്ഞിട്ട് ബാക്കി ആരാളുള്ള? 3 മൈനസ് 2 1 4. അടുത്തത് കെ ഇൻറ്റു അതിന്റെ റോയും കോളം കഴിഞ്ഞത് 3 1 1 മൈനസ് 3. ശരിയല്ലേ? അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു 4 മൈനസ് 6, അതേപോലെ മൈനസ് ജെ ഇൻറ്റു 12 പ്ലസ് 2, പിന്നെ കെ ഇൻറ്റു എന്താ വരാൻ പോണേ? മൈനസ് 9 മൈനസ് 1. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇത് ഫുൾ ആയിട്ട് സോൾവ് ചെയ്തെടുത്തേണ്ട വരാം. 4 6 പോയ എത്രയാ? മൈനസ് 2 ഐ ക്യാപ്പ്. ഇനി 12 2 14 അല്ലേ? അപ്പൊ മൈനസ് 14 ജെ ക്യാപ്പ്. ഇനി 9 1 10 എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടാം. അപ്പൊ മൈനസ് 10 കെ ക്യാപ്പ്. ശരിയായില്ലേ? ക്രോസ് ബി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇന്റഗ്രല് സൈൻ 2x അതേപോലെ തന്നെ ഇൻറ്റു കോസ് 3x ചോദിച്ചേക്കണം അല്ലെ. ഇത് നമുക്ക് ചെയ്യാൻ വേറെ വകുപ്പൊന്നുമില്ല അല്ലെ. പക്ഷെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറയുന്നത്. അപ്പൊ അതായത് സൈൻ എക്സും അതേപോലെ തന്നെ ഇൻറ്റു കോസ് വൈയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഇക്വേഷൻ എഴുതി തരാം. അതായത് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈയും പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ടായിരുന്നേ, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് സൈൻ വൈ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. 2 സൈൻ എക്സ് കോസ് വൈ അതുപോലെയാണ് നമ്മൾ എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? അവിടത്തെ എക്സിന് പകരം 2x വൈക്ക് പകരം 3x അപ്ലൈ ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എന്ത് വരും? ഹാഫ് സൈൻ 2x പ്ലസ് 3x അല്ലേ എന്ന് പറഞ്ഞാൽ അത് 5x അല്ലേ. അടുത്തത് എന്താണ്? പ്ലസ് സൈൻ, അടുത്തതും സൈൻ തന്നെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2x മൈനസ് 3x അല്ലേ. 2 3 പോയി കഴിഞ്ഞാൽ മൈനസ് അല്ലേ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആയില്ലേ dx. അടുത്തത് ആ 1/2 ഞങ്ങൾ പുറത്തേക്ക് എടുത്തേ. ഇന്റഗ്രല് സൈൻ 5x. ഒരു കാര്യമുണ്ട്, നമ്മളുടെ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് സൈൻ എക്സ് ആണ്. നമുക്ക് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കോസിനെ അങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ, സൈന് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആയില്ലേ.
ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് തീർത്താൽ മതി. ഹാഫ് എഴുതി. സൈൻ 5x സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈനിന്റെ ഇന്റഗ്രേഷൻ എന്താ? കോസ് അല്ലേ. അപ്പൊ ഇവിടെ വരുമ്പോ 5x കൂടി ഉണ്ടെന്നേ ഉള്ളൂ കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ 5xന്റെ ഡെറിവേറ്റീവ് എന്താ? 5 വരും. അതേപോലെ മൈനസ് സൈൻ എക്സിന്റെ എന്തെന്നാ വരുന്നത്? മൈനസ് കോസ് എക്സ് പ്ലസ് സി. ശരിയായില്ലേ? സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മളൊരു ഭംഗിയാക്കി എഴുതാൻ പോകണമെന്നുള്ളൂ കേട്ടാ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്താ ഇവിടെ ഈ മൈനസ് ഉള്ളത് പ്ലസ് ആക്കി എഴുതി കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ 5 പ്ലസ് കോസ് എക്സ് പ്ലസ് സി ആയില്ലേ? ഇത്രയുള്ള ആൻസർ. പോവാം. അതായത് 7th പ്രോബ്ലം ഇന്റഗ്രൽ ടാൻ എക്സ് ആണല്ലേ. ഇന്റഗ്രൽ ടാൻ എക്സ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ അല്ലെ. പക്ഷെ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കിട്ടും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിനെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇങ്ങനെയാണ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് എന്താ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വന്നിട്ട് ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് എന്നായില്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഡെറിവേറ്റീവ് എല്ലായിടത്തും കിടക്കണ്ടോ നോക്ക്. അതായത് ഡിനോമിനേറ്റർ ആയ കോസ് എക്സിന് ഞാനൊരു യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, നമ്പറിന്റെ വ്യത്യാസം കുഴപ്പമില്ല എന്ന് അറിഞ്ഞൂടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കാം. പുട്ട് യു ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? നമ്മള് കോസ് എക്സ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി യു എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ ഡെറിവേറ്റീവ് എടുക്കുമ്പോ. അപ്പൊ നമുക്ക് ഇവിടെ നിലവില് സൈൻ എക്സ് ഡി എക്സ് ഉള്ളൂ അല്ലെ, അല്ലാണ്ട് നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് ഡി യു എന്ന് പറയുന്നത് എന്തായി? സൈൻ എക്സ് ഡി എക്സ് ആയി. കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഞാൻ സൈൻ എക്സ് ഡി എക്സിന്റെ പകരം മൈനസ് ഡി യു ഇട്ട് കൊടുത്തു, കോസ് എക്സിന്റെ പകരം യു ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തൂടെ? ഇന്റഗ്രൽ ഡി യു ബൈ യു അല്ലേ. ഇന്റഗ്രൽ 1 ബൈ യു ഡി യു എന്താ? ലോഗ് യു അല്ലേ. എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈനസ് ലോഗ് എന്ത് കിട്ടി? യു. യു എന്ന് പറയുന്നത് എത്രയത്? എന്താ? കോസ് എക്സ് അല്ലെ. ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതായത് ലോഗ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എൻ ലോഗ് എക്സ് ആ. അപ്പൊ ഇവിടെ എൻ ലോഗ് എക്സ് ആയിട്ട് നമുക്ക് നോക്കിയാൽ ഈ മൈനസിന് നമുക്ക് -1 എന്ന് വിളിച്ചൂടെ. അപ്പൊ -1 ഇൻറ്റു ലോഗ് എക്സ് ആയിട്ടല്ല കിടക്കണേ. എന്ന് പറഞ്ഞാൽ അത് ലോഗ് എക്സ് റൈസ് ടു -1 എന്ന് എനിക്ക് എഴുതിക്കൂടെ ഡെഫിനേഷൻ പ്രകാരം. അപ്പൊ ഇവിടെ വരുമ്പോ എന്തായത്? ലോഗ് കോസ് എക്സ് റൈസ് ടു -1 അല്ലെ. എന്ന് പറഞ്ഞാൽ അതെന്താ? ലോഗ് കോസ് എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ അത് 1 ബൈ കോസ് എക്സ് അല്ലേ. കണ്ട പ്ലസ് സി ആയില്ലേ. എന്ന് പറഞ്ഞാൽ അതെന്താ? ലോഗ് 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സി. കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അതല്ലാത്ത പക്ഷം ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. അപ്പൊ ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി ആണ്. നമുക്ക് 8ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ. അവിടെ നോക്കിയേ, ഇന്റഗ്രൽ 2 പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലെ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഒന്നല്ല, കോസ് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്നല്ല അല്ലെ മുകളിൽ എടുക്കണേ. അപ്പൊ നമുക്ക് അതല്ലാണ്ടേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ഇട്ട് കൊടുത്ത് നോക്കാം. 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇട്ട് നോക്കിക്കൂടെ. എന്താ സംഭവിക്കുക നോക്കാം നമുക്ക്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ബൈ കോസ് സീക്ക് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് 2 സീക്ക് സ്ക്വയർ എക്സ് എന്ന് വിളിച്ചൂടെ. അടുത്തത് ഇവിടെയോ ഡിനോമിനേറ്ററിൽ 2 കോസ് ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ആളെ ഒരെണ്ണം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആയിട്ടും വേറൊരെണ്ണം 1 ബൈ കോസ് എക്സ് ആയിട്ട് കൊടുത്തൂടെ. കാരണം ഡിനോമിനേറ്റർ 2 കോസ് എക്സ് ഉള്ളത് കൊണ്ട് അതില് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ? ടാൻ എക്സ് അല്ലെ. ഇനി 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ്. നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ കൊണ്ടു. കാരണം എന്താ? 2 പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡയറക്റ്റ് ആണ്. എന്താ അത്? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്. അല്ലെങ്കിൽ വേണ്ട, ആരുടെ ഡെറിവേറ്റീവ് ആ സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സിന്റെ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് നമുക്ക് എന്ത് കിട്ടുന്നു? ടാൻ എക്സ് കിട്ടുന്നു. ശരിയായില്ലേ. അതേപോലെ ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്തെന്നാ? അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ
കോൺസ്റ്റന്റ്. അപ്പം 2 tan x പ്ലസ് sec x പ്ലസ് c ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിന് നമ്മൾ കാണാണ്ട് പഠിക്കാൻ ഒരു നിവർത്തിയില്ല കേട്ടോ. അതായത് ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് tan x ആണ്, അതേപോലെ ഇന്റഗ്രൽ sec x tan x sec x ആണ്. അങ്ങനെയുള്ള കുറച്ചെണ്ണം എന്തായാലും നിർബന്ധമായി പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് 9th പ്രോബ്ലത്തിലേക്ക് പോകാലോ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്. നമുക്ക് എക്സ് സൈനസ് കർവിനെ വൈ ആയിട്ട് നിങ്ങൾ വിചാരിച്ചോ, വൈ ഈക്വൽ ടു തന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ. ആ എക്സിന്റെ വാല്യൂ തന്നേക്കണം. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളിൽ എന്ത് എഴുതണം, എക്സ് പ്ലസ് സൈൻ എക്സ് എഴുതണം. അതായത് എക്സ്, അതായത് വൈ ഈക്വൽ ടു ആ വൈ നമ്മൾ അവിടെ എഴുതണം. വൈ ഡി എക്സ് അല്ലേ, വൈ ഇവിടെ എന്താ തന്നിരിക്കണേ, എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഫ്രം എവിടെ തൊട്ട് എവിടെ വരെ, 0 തൊട്ട് π/2 വരെ. സാധാ പോലെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. കാരണം എന്താണ്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ശരിയല്ലേ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ പ്ലസ് സൈൻ എക്സിന്റെ എന്തായിരുന്നു ഇന്റഗ്രല്, മൈനസ് കോസ് എക്സ്. ശരിയല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ഇട്ട് കൊടുക്കുക, π/2 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ അല്ലേ, അപ്പൊ അതിന് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്താ വരിക, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4. പിന്നെ താഴ്ത്ത് എടുക്കണ 2. ശരിയല്ലേ. ഡിനോമിനേറ്റർ അല്ല, സോറി, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 ആയി പോയി. കാരണം എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം 0 ആയി പോയില്ലേ. പ്ലസ് അടുത്തതിന്റെ കാര്യം പറയൂ, മൈനസ് കോസ് π/2. അപ്പൊ അപ്പർ ലിമിറ്റ് ആയില്ലേ, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് കോസ് 0 അല്ലേ. ശരിയായില്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, പൈ സ്ക്വയർ ബൈ 8 കിട്ടൂ അല്ലെ ഈ സൈഡില്. ഇനി അപ്പുറത്തെ സൈഡിൽ എന്താ കിട്ടാൻ പോണേ, സൈൻ 0 0. നോക്കി ആ വാല്യൂസ് ഒക്കെ മറക്കരുത് കേട്ടാ. സൈൻ 0 0 അത് കാണാണ്ട് പഠിച്ചു വെച്ചേക്കാം. ബാക്കി അതിനെ കണക്ട് ചെയ്ത് പഠിക്കൂ. സൈൻ 0 0 ആണെങ്കിൽ സൈൻ 91 ആണ്. അപ്പൊ സൈൻ 0 0 അല്ലേ, എങ്കിൽ കോസ് 0 നേരെ ഓപ്പോസിറ്റ് 1. അതിപ്പോ കോസ് 90യോ നേരെ ഓപ്പോസിറ്റ് 0 കിട്ടി. അപ്പൊ കോസ് 90 0. അപ്പൊ ഈ ഭാഗം 0 ആയി പോയി. ശരിയല്ലേ. ഇനി കോസ് 0 എന്തെന്നാണ്, 1 ആണ് അല്ലെ. അപ്പൊ ഈ നെഗറ്റീവും ചേർന്ന് പോസിറ്റീവ് ആയില്ലേ. എന്ന് പറഞ്ഞാൽ ആ ഭാഗം എന്താ കിടക്കുന്നത്, 1 അല്ലേ. എന്ന് പറഞ്ഞാൽ പ്ലസ് 1 അല്ലേ. അപ്പൊ പൈ സ്ക്വയർ ബൈ 8 പ്ലസ് 1. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താ തന്നിരിക്കുന്നത്, സോൾവ് തന്നെ പറഞ്ഞേക്കണേ അല്ലെ. എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2y അല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് എക്സിനെയും വൈനെയും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. എന്ന് വെച്ചിട്ട് ഡി എക്സിന് ഇവിടെ നിർത്താൻ പാടുണ്ട, ഇല്ല. കാരണം ഇത് ഡിനോമിനേറ്ററിലൊക്കെ എടുക്കണേ, ഒരിക്കലും അങ്ങനെ കിടക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഡി വൈനെ ഞാൻ അവിടെ നിർത്തി, അപ്പുറത്ത് കിടക്കണ സ്വന്തമായിട്ടുള്ള വൈനെ ഇവർക്ക് തന്നെ കൊടുത്തു. ബാക്കി അവിടെ 2 ഇൻറ്റു ഡി എക്സ് അല്ലേ. ശരിയായില്ല. ഇപ്പൊ വൈക്ക് സ്വന്തമായിട്ടുള്ള ആളെ കിട്ടി, ഡി എക്സിന് കുഴപ്പമില്ല. ഇവിടെ നോക്കുക, ഡി വൈയോ ഡി എക്സോ താഴത്ത് വരാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 ബൈ വൈ ഡി വൈ അല്ലേ. എന്ന് പറഞ്ഞത് ലോഗ് വൈ അല്ലേ. അടുത്തത് 2 ഇൻറ്റു ഇന്റഗ്രൽ 1 എന്ന് പറയുമ്പോ എക്സ് പിന്നെ പ്ലസ് സി. നോക്കുക, ഇവിടെ ലോഗ് വന്നതുകൊണ്ട് വേണമെങ്കിൽ ഈ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ലോഗ് സി കൊടുക്കാട്ടാ. അപ്പൊ ഈ ലോഗ് കളയാൻ വേണ്ടിട്ട് നമുക്ക് വൈ ഈക്വൽ ടു വേണമല്ലോ. ലോഗ് കളയാൻ വേണ്ടി എന്ത് ചെയ്യാ, എല്ലാവരും ഈ പവറിൽ എടുക്കുക. അപ്പൊ ഈ ലോഗ് ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്ത് വരും, വൈ വരും. അപ്പൊ വൈ ഈക്വൽ ടു ഇവിടെയോ ഇ റൈസ് ടു 2x ഇൻറ്റു ഇ റൈസ് ടു സിയും. കാരണം ഈ പവർ ആഡ് ചെയ്യുന്നത് എപ്പോഴാ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു അല്ല ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ. ആ പവർ കൂട്ടുക ചെയ്യുക. അപ്പൊ പവർ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇൻറ്റു ആണ്. കണ്ട. അപ്പൊ ഇതിനെ നമുക്ക് വേണേൽ കംപ്ലീറ്റ് ആയിട്ട് വല്ല കെ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അത് എന്തായി മാറി, വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഇ റൈസ് ടു 2x. ഇത്രയാണ് നമുക്ക് പാർട്ട് ബിയിൽ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.